കേരള സ്റ്റേറ്റ് ബോട്ട് ആൻഡ് റോവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ.കെ. കുറുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീഗണേശൻ ചുണ്ടൻവള്ളം നെഹ്റു ട്രോഫി മത്സരത്തിന്റെ പരിശീലനത്തിനായി നീരണിഞ്ഞു. രാവിലെ 7:45-നും 8:15-നും മധ്യേ നടന്ന ചടങ്ങിൽ രമേശ് ചെന്നിത്തല എം.എൽ.എ. നീരണിയൽ കർമ്മം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ തവണ ജവഹർ തായങ്കരി ചുണ്ടിന് നെഹ്റു ട്രോഫി സമ്മാനിച്ച കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ ശ്രീഗണേശനിലെ തുഴച്ചിൽക്കാർ. ഈ മാസം 24-ന് വള്ളം ആലപ്പുഴയിലേക്ക് പരിശീലനത്തിനായി കൊണ്ടുപോകും. നീരണിയിൽ കർമ്മത്തിനു ശേഷം നടന്ന യോഗം ഹരിപ്പാട് എം.എൽ.എ. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മധ്യ തിരുവിതാംകൂറിന്റെ സാംസ്കാരിക തനിമ നിലനിർത്തുന്ന ജലോത്സവങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഗവൺമെന്റും തയ്യാറാകണമെന്ന് എം.എൽ.എ. പറഞ്ഞു. ഞാൻ സാംസ്കാരിക വകുപ്പിനോട് തന്നെ പറഞ്ഞു, ഇത്തരം വള്ളങ്ങളെ സംരക്ഷിക്കാനും അവയ്ക്ക് എല്ലാ വർഷവും ഗ്രാന്റ് നൽകാനും ഉള്ള നടപടികൾ സ്വീകരിക്കണം. കാരണം കുറെ കഴിഞ്ഞാൽ ഇത്തരം വള്ളങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെയേറെ പണച്ചെലവുള്ള ഒരു കാര്യമാണ്. ഈ വള്ളം പണിയാൻ തന്നെ ആളുകളെ ഇപ്പോൾ കിട്ടാത്ത സാഹചര്യം നിലവിലുണ്ട്. പള്ളിയോടങ്ങൾ, വലിയ കൂറ്റൻ വള്ളങ്ങൾ, ഇതെല്ലാം നിർമ്മിക്കാൻ പ്രത്യേകമായ ചാതുര്യവും കഴിവും ആവശ്യമാണ്. അങ്ങനെയുള്ള ആളുകൾ തന്നെ കുറഞ്ഞു വരുന്നൊരു കാലമാണ്. അപ്പൊ അങ്ങനെയുള്ള പുരാതനമായ നമ്മുടെ ഈ വള്ള നിർമ്മാണത്തെയും അതോടൊപ്പം തന്നെ ചുണ്ടൻവള്ളങ്ങളുടെ നിലനിൽപ്പിനെയും എല്ലാം ഗവൺമെന്റിന്റെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒക്കെ സഹായം ആവശ്യമാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന 22ഓളം ജലോത്സവങ്ങളിൽ ഏറ്റവും ചെറിയ ജലോത്സവമായ നീരേറ്റുപുറം ജലോത്സവത്തിന് സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയത് സംബന്ധിച്ച് യോഗത്തിൽ പ്രതിഷേധമുണ്ടായി. തുടർന്ന് യോഗത്തിൽ സി.കെ. സദാശിവൻ എം.എൽ.എ. വഞ്ചിപ്പാട്ട് പാടിയത് ചടങ്ങിന് കൊഴുപ്പേകി. കേരള സ്റ്റേറ്റ് ബോട്ട് ആൻഡ് റോവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ.കെ. കുറുപ്പ്, ആലപ്പുഴ ആർ.ഡി.ഒ. മോഹനൻ പിള്ള, വിയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോനിക്ക ലാസർ, പ്രൊഫസർ പി. രഘുനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.